ഹായ് ഫ്രണ്ട്സ്, നെറ്റ് എഡ്യൂക്കേഷൻ ഓൺലൈൻ കോച്ചിങ്ങിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിലബസിനെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരു 5 വീതം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഒരു 10-15-20 മിനിറ്റ്സിനടുത്ത് സാധ്യതയുണ്ട് ഓരോ വീഡിയോകളും. അതുകൊണ്ട് 5 ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ചുരുക്കിയിട്ടുള്ളത്. ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു 1 മുതൽ 10 വരെ ചോദ്യങ്ങൾ അടങ്ങുന്ന ഡിഫറെന്റ് വീഡിയോകളിലൂടെ പോകാമെന്നായിരുന്നു. പക്ഷേ നമുക്ക് എക്സ്പ്ലനേഷന്റെ ഭാഗം വരുന്നത് കൊണ്ട് കുറച്ച് ലെങ്തി ആവാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളൊരു മാക്സിമം ഒരു 15 മിനിറ്റിന്റെ വീഡിയോകളായിക്കൊണ്ടാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും ഇതിലേക്ക് സീരിയസ് ആയിട്ട് തന്നെ ഇറങ്ങുക. വളരെ സിമ്പിൾ ആയിട്ട് അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി വരും വർഷങ്ങളിൽ ഒരു 2030-35 നല്ല വേക്കൻസികൾ നമുക്ക് എഡ്യൂക്കേഷൻ മേഖലയിൽ വരുന്നുണ്ട്. കാരണം നമ്മൾ മിക്കവാറും എല്ലാ കോളേജുകളിലും എഡ്യൂക്കേഷണൽ നെറ്റ് കഴിഞ്ഞവരെ ആവശ്യമായി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് BEd ആണ് ഇനി വരുന്ന വർഷങ്ങളിലെല്ലാം തന്നെ വരുന്നത്. DLEd ഒക്കെ ഒഴിവാവുകയാണ്. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മൊത്തത്തിൽ അടിമുടി മാറുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ PhD ഉള്ളവർക്കും എഡ്യൂക്കേഷണൽ നെറ്റ് ഉള്ളവർക്കും നല്ല സാധ്യതകളുണ്ട്. ആ ഒരു സാധ്യതയെ കണക്കിലെടുത്തുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോച്ചിങ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. സോ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ പരിഗണിക്കുക. ആദ്യങ്ങളിലൊക്കെ എക്സാം എഴുതുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്ത് വരാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് നെറ്റ് എഴുതുന്നവർക്ക് MEd ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. MEd ഇല്ലാത്തവരുണ്ടെങ്കിൽ MEdന് നമ്മൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. റെഗുലർ ആയിട്ടുള്ള കോഴ്സ് നമുക്ക് MEd ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. MEd കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പാർട്ട് ടൈം ജോബ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു റെഗുലർ MEd കോഴ്സ് കൂടി നമുക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടോപ്പിക് എന്ന് പറയുന്നത് ലേണർ ആൻഡ് ലേണിംഗ് പ്രോസസ് ആണ്. 10 യൂണിറ്റുകൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് പേപ്പറിലുണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ലേണർ ആൻഡ് ലേണിംഗ് പ്രോസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ആസ്പെക്ട്സ് ഫോക്കസസ് മോർ ഓൺ ഫിസിക്കൽ ഡയമെൻഷൻസ്. ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഡയമെൻഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് ഏതാണെന്ന് ഈ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഏതാണ്? കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണോ, കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് എന്നാണോ, കോൺസെപ്റ്റ് ഓഫ് ചേഞ്ച് എന്നാണോ, കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആണ് ഫിസിക്കൽ ആസ്പെക്ടുകൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെ? ഫിസിക്കൽ ഡയമെൻഷൻസിനെ ഫോക്കസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആണ്. അപ്പോൾ എന്താണ് ഗ്രോത്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളത് നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കണം. സോ അതിനോടനുബന്ധിക്കുന്ന ഒരു 2-3 പോയിന്റ്സുകൾ മാത്രമാണ് നമ്മുടെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ കൂടുതലായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തരുന്ന നോട്ടിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. സോ ഗ്രോത്ത് റെഫേഴ്സ് ടു ദി ഫിസിക്കൽ ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് സ്ട്രക്ചർ. നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചറിലും ശരീരത്തിന്റെ സൈസിലും ഉണ്ടാകുന്ന വളർച്ചയാണെന്ന് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ ഇൻക്രീസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ജനറലി അണ്ടർസ്റ്റുഡ് ആസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് എന്നുള്ളതാണ്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിലാണ്. അപ്പൊ കാണാനും അപ്പോൾ ആ സൈസ് വലുതാവുന്നതും ചുരുങ്ങുന്നതും വലുപ്പം അങ്ങനത്തെ ആ ഒരു സ്ട്രക്ചർ, നമ്മുടെ ശരീരത്തിന്റെ ഹൈറ്റ്, വെയിറ്റ്, സൈസ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത്. ദെൻ ലൈക്ക് ചേഞ്ചസ് ഇൻ ഹൈറ്റ്, വെയിറ്റ് ഓർ ബോഡി സ്ട്രക്ചർ, ഇറ്റ്സ് എ മോർ മെഷറബിൾ ആസ്പെക്ട് ഓഫ് ചേഞ്ച്. അപ്പോൾ 3 വേർഡുകൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. 1 ഫിസിക്കൽ ഇൻക്രീസ് ആണ്, 2 ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് ആണ്, 3 മെഷറബിൾ ആസ്പെക്ടുകളാണ്. അങ്ങനെയാകുമ്പോൾ നേരെ ഇതിന്റെ ഓപ്പോസിറ്റുകൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ആണ്. ഡെവലപ്മെന്റ് എൻകംപസസ് ദ ബ്രോഡർ ആണ്. ഇതൊരു ബ്രോഡർ ആസ്പെക്റ്റിലാണ്. അപ്പം ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആസ്പെക്റ്റും അതിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ കൊഗ്നിറ്റീവ് ആസ്പെക്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ആസ്പെക്ടുകൾ വരുന്നുണ്ട്, സോഷ്യൽ ആസ്പെക്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ബ്രോഡർ ഡെവലപ്മെന്റിനെയാണ് എന്ന് പറയുന്നത്, ബ്രോഡർ ആസ്പെക്ടിനെയാണ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ കഴിയുന്നത് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻക്ലൂഡിംഗ് കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ എബിലിറ്റീസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ എന്നുള്ളത്. അപ്പോൾ അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ആ ലൈഫ് സ്പാനിൽ, ത്രൂ ഔട്ട് ലൈഫ് സ്പാൻ എന്നാ പറയുന്നത്, അല്ലെ? ജനനം മുതൽ മരണം വരെയുള്ള കാര്യത്തിൽ അതിലുള്ള സോഷ്യൽ ആസ്പെക്ടുകൾ, ഇമോഷണൽ ആസ്പെക്ടുകൾ, കോഗ്നിറ്റീവ് ആസ്പെക്ടുകൾ, ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ബോത്ത് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ് ഇൻ ഫംഗ്ഷൻ, ബിഹേവിയർ ആൻഡ് എബിലിറ്റീസ് എന്നുള്ളത്.
അപ്പോൾ ബോത്ത് ആണ്, എന്ത് ഫിസിക്കൽ ആസ്പെക്ടുകളും വരുന്നുണ്ട്, അത് മറ്റു തരത്തിലുള്ള ചേഞ്ചസുകളും വരുന്നുണ്ട്. അതായത് ഫങ്ഷണൽ ചേഞ്ചസ് ആവാം, ബിഹേവിയറൽ ചേഞ്ചസ് ആവാം, എബിലിറ്റീസ് സംബന്ധമായിട്ടുള്ള ചേഞ്ചസ് ആവാം, ആറ്റിറ്റ്യൂഡ് സംബന്ധമായിട്ടുള്ള ചേഞ്ചസ് ആവാം. ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്, പിന്നെ ഡെവലപ്മെന്റിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബോത്ത് ആസ്പെക്ടുകൾ എടുത്ത് പറയുന്നത് ഒന്ന് ഗ്രോത്തും മറ്റൊന്ന് ചേഞ്ചസും എന്നുള്ളതാണ്. ദെൻ ഡെവലപ്മെന്റൽ സൈക്കോളജി സ്റ്റഡീസ് ദീസ് ചേഞ്ചസ് അക്രോസ് ദി ലൈഫ് സ്പാൻ ഫ്രം ഇൻഫാൻസി ടു ഓൾഡ് ഏജ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇൻഫാൻസി സ്റ്റേജ് മുതൽ ഓൾഡ് ഏജ് വരെയുള്ള ആ ഒരു ലൈഫ് സ്പാനിലുള്ള മൊത്തത്തിലുള്ള വളർച്ചയാണ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് എന്താണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക. സോ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ആസ്പെക്ട് ഫോക്കസ് മോർ ഓൺ ദി ഫിസിക്കൽ ഡയമെൻഷൻ, അത് തീർച്ചയായിട്ടും ഗ്രോത്ത് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഫോർ എൻഷുറിംഗ് എഫക്റ്റീവ്നെസ് ഇൻ ഓർഗനൈസിംഗ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. അപ്പോ ഒരു എഫക്റ്റീവ്നെസ് ഉറപ്പുവരുത്താൻ കഴിയുന്ന, അത് എന്തിനു വേണ്ടിയിട്ട്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഫക്റ്റീവ്നെസ് ഉറപ്പുവരുത്താൻ പറ്റുന്ന താഴെ പറയുന്നതിൽ ഏതാണ്? വിച്ച് ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ സ്റ്റുഡൻസ് വിൽ ബി ഓഫ് ഒപ്റ്റിമൽ വാല്യൂ എന്നുള്ളത്. അപ്പൊ താഴെ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, എല്ലാവർക്കും അറിയാം ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസിൽ വ്യത്യാസം ഉണ്ടാവാം, അവരുടെ കൾച്ചറൽ വ്യത്യാസം ഉണ്ടാവാം, ഓരോ വ്യക്തിക്കും അവരുടെ ഹെറിഡിറ്ററിയിൽ വ്യത്യാസം ഉണ്ടാവാം. അങ്ങനെ വ്യത്യാസം, ഓരോ വ്യക്തികളും വ്യത്യസ്തമായിരിക്കും, അവർ ഓരോരുത്തരും യുണീക്ക് ആയിരിക്കും. അപ്പോൾ ആ യുണീക്നെസ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ കരിക്കുലം ഫോം ചെയ്യേണ്ടതും പിന്നെ അതേപോലെ തന്നെ അവർക്ക് ക്ലാസ് കൊടുക്കേണ്ടതും മറ്റൊക്കെ. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ പിന്നെ യൂസ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളതാണ്. അതിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്റ്റുഡൻസ് എന്നുള്ളതാണോ, റാഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്റ്റുഡൻസ് എന്നുള്ളതാണോ, സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്റ്റുഡൻസ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ മോറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്റ്റുഡൻസ് എന്നുള്ളതാണോ? ഇപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഒരു പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതേപോലെ തന്നെ സ്റ്റുഡന്റ് സൈക്കോളജി, പിന്നെ അതേപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമി, ഇവയെല്ലാം തന്നെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അഫക്റ്റീവ് ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ സൈക്കോമോട്ടർ ഡെവലപ്മെന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്റ്റുഡൻസ് ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ സ്റ്റുഡൻസിലെ ഏറ്റവും ഒപ്റ്റിമൽ ലെവലിൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു പിന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രോഗ്രാംസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളുടെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മളിവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ പ്രത്യേകതകൾ നമ്മൾ പറയണം. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ ദി മോർ ഓർ ലെസ് enduring psychological characteristics that distinguish one person from another and thus help to define each person's individuality. അപ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എമംഗ് ദോസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ ഇന്റലിജൻസ് ഡിഫറെന്റ് ആയിരിക്കാം, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഡിഫറൻസ് ആയിരിക്കാം, ഓരോരുത്തരുടെ വാല്യൂസ് ഡിഫറൻസ് ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ളതിനെയാണ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുകൊണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് എന്ത് തന്നെയാണ്? സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണെന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് പറയുന്നത് അക്കോർഡിംഗ് ടു പിയാഷെ in which stage of development the child shows attainment of concept of reversibility as a cognitive capacity. റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ താഴെ പറയുന്ന സ്റ്റേജിൽ, പിയാഷെയുടെ സ്റ്റേജുകളിൽ വരുന്നുണ്ട്. അത് ഏത് സ്റ്റേജിലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പിയാഷെയുടെ ഡിഫറെന്റ് സ്റ്റേജുകളെ കുറിച്ച് അറിയണം. അത് ഓരോന്നും ഏജ് ലിമിറ്റുകളെ കുറിച്ച് അറിയണം. ഓരോ സ്റ്റേജിലും ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതാണെന്ന് മാത്രമെങ്കിലും നിങ്ങൾ അറിയണം. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻസിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം ചോദിക്കുക, അതല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു എക്സ്പ്ലനേഷനെ സംബന്ധിക്കുന്ന മറ്റു ചോദ്യങ്ങളായിരിക്കാം ചോദിക്കുക. അപ്പോൾ നമ്മൾക്കൊരു ഈ ഒരു യൂണിറ്റിൽ നിന്നും അറൌണ്ട് ഒരു 295 to 300 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 300 ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വേണ്ട, ഒരു ആവറേജ് ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മൾ ഈ ഒരു ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് പോലെ ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു 300 ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിൽ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ ഒന്നും കൂടി നിങ്ങൾ അതിൽ അഗ്രഗണ്യന്മാരായിട്ട് മാറും. അപ്പൊ ഏത് തരത്തിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നുള്ളതാണ്. ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് റിവേഴ്സിബിലിറ്റി എന്നുള്ള ഒരു സവിശേഷത കുട്ടികളിൽ വളർന്നു വരുന്നത്.
അപ്പോൾ നമ്മൾക്ക് റിവേഴ്സിബിലിറ്റിയിലേക്ക് വരാം. അത് ഈ സ്റ്റേജിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാം. ആ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്ന മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി നമുക്ക് നോട്ട് ചെയ്യാം. സോ പിയാഷെ 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നാ പറയുന്നത്, രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ്, മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ്, നാലാമത്തത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ്. അപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്റലിജൻസിന്റെയും നമ്മളെ ലേണിംഗിന്റെ ഒക്കെ ഭാഗമായിക്കൊണ്ട് തന്നെ വരുന്നതാണ്. കോഗ്നിറ്റീവ് പ്രോസസ് ഒക്കെ നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ആ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കലി, അതേപോലെ തന്നെ ഇന്റലിജൻസ് സംബന്ധമായിട്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള അതെല്ലാം, അതായത് ലേണിംഗ് വരാം, പെർസെപ്ഷൻ വരാം, മറ്റേ കാര്യങ്ങളെല്ലാം ഏതിൽ വരുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ 4 തരമായിട്ട് എന്തിനെ തരംതിരിച്ചിട്ടുണ്ട്, പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ഏജ് ലിമിറ്റ് കൂടി നോക്കുക. ബർത്ത് ടു 2 ഇയേഴ്സ് ആണ്, 2 to 7 ഇയേഴ്സ് ആണ് സെക്കൻഡ് സ്റ്റേജ്, 7 to 11 ഇയേഴ്സ് ആണ് തേർഡ് സ്റ്റേജ്, 11 ആൻഡ് ഓൾഡർ വരെയാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ആ സ്റ്റേജ് എന്ന് പറയുന്നത് 7 to 11 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇവ ഓരോന്നിന്റെയും സവിശേഷതകൾ എന്താണ്? ഫസ്റ്റ് സ്റ്റേജിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് കുട്ടികൾ ഒബ്ജക്റ്റ് പെർമനൻസ് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. എല്ലാവരും പലപ്പോഴായിട്ട് പിയാഷെയുടെ ക്ലാസ്സുകൾ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഏത് ക്ലാസ് പോയി കഴിഞ്ഞാൽ ബി എഡ്, എം എഡ്, കേട്ടിട്ട്, സീറ്ററ്റ്, നെറ്റ് പോലുള്ള ഏത് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിയാഷെയുടെ തിയറി ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നില്ല. അപ്പോൾ അതിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് തിങ്കിങ് ഡെവലപ്പ് ചെയ്തിട്ടില്ല, സ്റ്റിൽ നോട്ട് ലോജിക്കൽ ഓർ കോൺക്രീറ്റ്. അപ്പോൾ ഒരു 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ചിന്ത വളർന്നു വരുന്നുണ്ടാവില്ല. അത് ലോജിക്കലി ആയിരിക്കില്ല, കോൺക്രീറ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇവര് ഈഗോസെൻട്രിക് ആയിരിക്കും എന്നുള്ളതാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള കുട്ടികൾ ഒരു ഈഗോസെൻട്രിക്കലായിരിക്കും. ദെൻ സ്ട്രഗിൾ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് പെർസ്പെക്റ്റീവ്. മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനൊന്നും കുട്ടികൾക്ക് കഴിയില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ ഇതാക്കുള്ളൂ. എനിക്ക് മുട്ടായി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടായി കിട്ടിയേ കുട്ടിക്ക് അടങ്ങൂ. അപ്പോൾ ഈഗോസെൻട്രിക് ആയിരിക്കും എന്നുള്ളതാണ്. Then grasp the concept of conservation എന്നുള്ളതാണ്. കൺസർവേഷൻ, grasp the concept of conservation. കൺസർവ് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റും grasp the concept of conservation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ realizing that the amount of the liquid remains the same even if poured into a different shape containers എന്നുള്ളത്. അതായത് നമ്മൾ ഒരു ഹൈറ്റ് ഉള്ള ബോട്ടിൽ കൊടുക്കുന്നു, ഒരു വണ്ണം കൂടിയ ബോട്ടിൽ കൊടുക്കുന്നു, രണ്ടിലും ഒരേ അളവിൽ വെള്ളം നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവർ പെട്ടെന്ന് എടുത്ത് പറയാം കൂടുതൽ ഹൈറ്റുള്ള ബോട്ടിലാണ് വെള്ളം കൂടുതൽ എന്നുള്ളതാണ് അവർ പറയാം. പക്ഷെ വണ്ണം കൂടിയതിൽ വെള്ളം ഒരേപോലെയാണ്, വണ്ണം കുറഞ്ഞത് കൊണ്ട് അതിന്റെ വെള്ളത്തിന്റെ അളവ് കൂടുതലായി തോന്നിക്കുന്നു എന്നുള്ള ആ ഒരു കൺസർവേഷൻ ഒന്നും, അത്തരത്തിലുള്ള കോൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും കുട്ടികൾക്ക് വന്നുകൊള്ളണമെന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടികൾ, 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ. അപ്പോൾ അതൊക്കെയാണ് പസിൽസിലൂടെയൊക്കെ കുട്ടികളുടെ ഇന്റലിജൻസ് വളർത്തിയെടുക്കാൻ വേണ്ടി ഈ സ്റ്റേജിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഇന്റലിജന്റ് ഉള്ള കുട്ടികളായിട്ടൊക്കെ മാറുന്നു എന്നുള്ളത്. ഇതിൽ തേർഡ് സ്റ്റേജിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കിവിടെ ചോദ്യം വന്നിട്ടുള്ളത് അത് റിവേഴ്സിബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ലോജിക്കൽ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു എന്നാ പറയുന്നത്. തേർഡ് സ്റ്റേജിലാണ് ലോജിക്കൽ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു. കൺസർവേഷൻസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങുന്നു, മനസ്സിലാക്കി തുടങ്ങുന്നു. ലെസ് ഈഗോസെൻട്രിക് ആയിരിക്കും, ഫുള്ളി ലോജിക്കൽ തിങ്കിങ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്കൊന്നും കുട്ടികൾ പോയിട്ടുണ്ടാവില്ല. പക്ഷെ തിങ്കിങ് ലെവലിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു. അതേപോലെ തന്നെ കൺസർവേഷൻസ് മനസ്സിലാക്കി തുടങ്ങുന്നു. ഈ ലെസ് ഈഗോസെൻട്രിക്കിലേക്ക് പോകുന്നു. ഫുള്ളി ഈഗോസെൻട്രിക് വിടുന്നില്ല, എങ്കിലും ഈഗോസെൻട്രിക് കുറവായി വരുന്നു. പിന്നെ അതുകൂടാതെ മറ്റു പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി തുടങ്ങുന്നു. ഏതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എടുത്ത് പറയുന്നത്? ഒന്ന് ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് സീരിയേഷൻ, മറ്റൊന്ന് റിവേഴ്സിബിലിറ്റി. ഈ ഒരു 3 കോൺസെപ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മളോട് മിക്കവാറും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതെന്താണെന്ന് മനസ്സിലാക്കണം. ഗ്രൂപ്പ് ഒബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഒബ്ജക്റ്റുകൾ, അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ സവിശേഷതയ്ക്ക് അനുസരിച്ച് ആ ഒബ്ജക്റ്റുകളെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്നതാണെന്ന രീതിയിൽ നമുക്ക് ആ കുട്ടിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദെൻ സീരിയേഷൻ is ability to arrange objects in a logical order such as size or length. സൈസിനും ലെങ്തിനും അനുസരിച്ച് ആ ഒരു ഒബ്ജക്റ്റുകളെ, ആ ഒരു വസ്തുവിനെ ഓർഡർ ആക്കാൻ പറ്റും. സീരീസ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ആ ഒരു കഴിവ് കുട്ടികൾക്ക് വരുന്നു. പിന്നെ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദ ആക്ഷൻ ക്യാൻ ബി reversed and things can be returned to their original states. ഒരു
ഒരു ഒരു ഒരു എന്തെങ്കിലും ഒരു ടോയ് കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം അതിനെ അതിനെ വേർതിരിക്കാൻ വേണ്ടി പറയാ, എന്നിട്ട് അതിനെ വീണ്ടും റീഅസംബിൾ ചെയ്യാൻ വേണ്ടി പറയാ, അതിനെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയാ. ആ ഒരു എബിലിറ്റി ഒക്കെ കുട്ടികൾക്ക് വരുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ സ്റ്റെപ്പ് മുകളിലോട്ട് കയറുകയും ആ മുകളിലോട്ട് കയറുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ ബാക്കോട്ട് സ്റ്റെപ്പ് വെച്ച് ഇറങ്ങാൻ കഴിയുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിലിറ്റിയാണ്. അപ്പോൾ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വസ്തു ആദ്യം ഏത് അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആ കുട്ടികളുടെ കഴിവിനെയാണെന്ന് പറയുന്നത് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അത് ഈ സ്റ്റേജിലാണ് വരുന്നത്, 7 മുതൽ 11 വയസ്സ് വരെയുള്ള സ്റ്റേജിലാണ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്, 11 ഇയേഴ്സ് ആൻഡ് ഓൾഡർ എന്നാണ് പറയുന്നത്. ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് തിങ്കിങ്, അതേപോലെ തന്നെ ഹൈപ്പോത്തറ്റിക്കലി റീസണിങ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ എബിലിറ്റി, അല്ലെങ്കിൽ തിങ്കിങ് ലെവൽ ഉയർന്നു വരുന്ന നല്ല രീതിയിലുള്ള ചിന്താഗതിയൊക്കെ വളർന്നു വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്ങും റാഷണൽ തിങ്കിങ്ങും ഒക്കെ വളർന്നു വന്നിട്ടുള്ള കുട്ടികൾ, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുട്ടികളൊക്കെയാണ് 11 ഇയേഴ്സിന് എബോവ് ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ദ എബിലിറ്റി ടു തിങ്ക് അബ്സ്ട്രാക്ട്ലി, റീസൺ ഹൈപ്പോത്തറ്റിക്കലി ആൻഡ് എൻഗേജ് ഇൻ സയന്റിഫിക് തിങ്കിങ്. ദേ ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് പ്രോബ്ലംസ് ആൻഡ് കൺസിഡർ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എന്നത്. ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ആ കോംപ്ലക്സ് പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ ആസ്പെക്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡയമെൻഷൻസുകൾ ഉണ്ടാവും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ആ ഡയമെൻഷനുകളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് കുട്ടിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു എബിലിറ്റി ഏതിൽ സ്റ്റേജിൽ വളർന്നു വരുന്നു? ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ വളർന്നു വരുന്നു. സോ നമ്മളുടെ പിയാഷയുടെ 4 പ്രധാനപ്പെട്ട സ്റ്റേജുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ കുറെ കാര്യങ്ങൾ ഈ സ്റ്റേജിൽ എടുത്തു വരുന്നുണ്ട്. നമ്മളിവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യത്തിലൂടെ മാത്രമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ഈ രീതിയിലെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. സെൻസറി മോട്ടോർ സ്റ്റേജ് 2 വയസ്സ് വരെയാണ്, അത് ഒബ്ജക്റ്റീവ് പെർമനൻസ് ആണ് സവിശേഷത എന്ന് പറയുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെയാണ്. അവിടുത്തെ സവിശേഷത ഈഗോസെൻട്രിക് ആണ്, തിങ്കിങ് ഈസ് സ്റ്റിൽ നോട്ട് എന്നുള്ളതാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 7 മുതൽ 11 വയസ്സ് വരെയാണ്. തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു, ലെസ് ഈഗോസെൻട്രിക് ആയിരിക്കും. പിന്നെ ക്ലാസിഫിക്കേഷനും സീരിയസിനും റിവേഴ്സിബിലിറ്റി ഒക്കെ വളർന്നു വരുന്നു. ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി വളർന്നു വരുന്നു. അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ അവർക്ക് പ്രോബ്ലം സോൾവിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഭാഗമായി വരുന്നു എന്നുള്ളതാണ്. അടുത്തായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം, വായിച്ചു നോക്കി പരിചയപ്പെടണം. പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസിൽ നമുക്ക് ട്രിക്ക് കിട്ടും, അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ട്രിക്ക് കിട്ടും. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കൺഫേം ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഓപ്ഷൻസിൽ ഏതിലാണോ വരുന്നത്, 2, 3 ഓപ്ഷൻസിൽ ആ അതേ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറെ കൂടി കൺഫ്യൂഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ലോജിക്കലി നിങ്ങൾ കണക്ട് ചെയ്യണം. ഇവിടെ അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇൻ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആർ സം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഈ ഡെവലപ്മെന്റിന്റെ വേരിയസ് സ്റ്റേജസിൽ എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഭാഗത്ത് തന്നെ വരുന്നതാണ്. സെലക്ട് ദി സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി കോഡ് വിച്ച് പോയിന്റ് ഔട്ട് മോസ്റ്റ് അപ്രോപ്രിയറ്റ്ലി ദീസ് ഡെവലപ്മെന്റ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഒരു 8 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഈ 8 സ്റ്റേറ്റ്മെന്റിൽ മോർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനോട് മോർ അപ്രോപ്രിയേറ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ ഓരോന്നിന്റെയും മീനിങ് കൂടി, മലയാളത്തിലുള്ള മീനിങ് കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AI ഉപയോഗിച്ചാണ് ഞാൻ ആ മീനിങ് കണ്ടെത്തിയിട്ടുള്ളത്. ആ മലയാളത്തിന്റെ മീനിങ് നിങ്ങൾക്ക് ഒരു പരിചയം വരാൻ കൂടി വേണ്ടിയിട്ടാണ്. ആ ഒരു പരിചയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ട്രിക്ക് നിങ്ങൾ ഇത് എല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കി ഉത്തരം പറയുക എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ ഓപ്ഷൻസിൽ നിന്നുമാണ് നിങ്ങൾ ഓപ്ഷൻസും മാത്രമല്ല ഈ 8 സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും 1 or 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുകയോ, അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നുകയോ, അല്ലെങ്കിൽ ഡൗട്ട് അടിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ തരംതിരിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ഞാനിവിടെ ഇംഗ്ലീഷ് കാണിച്ചിട്ടുണ്ട്. First, there appears change in the size of the person. There appears change in the size of the person. Second, there is a change manifest in the personal relationship of the individual. Third, the bodily organization and various organs of the person show changes in proportion. Then the thinking of the person changes. There occurs disappearance in the old features of the person. Then there is perceptible change in the attitude of the person. There develop acquisition of new features. The language of person undergoes a change. ഇപ്പോൾ ഇവിടെ നോക്കുക, വ്യക്തിയുടെ വലിപ്പത്തിൽ മാറ്റം കാണപ്പെടുന്നു.
അപ്പം ഡെവലപ്മെന്റിൽ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സൂട്ടബിൾ ആയി തോന്നുന്ന ഒന്നാണ് വ്യക്തിയുടെ വലിപ്പത്തിൽ മാറ്റം കാണപ്പെടുന്നു, അല്ലെ? വ്യക്തിയുടെ വലിപ്പത്തിൽ അത് ഗ്രോത്ത് ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ദെൻ മൂന്നാമത്തെ നോക്കുക, വ്യക്തിയുടെ ശാരീരിക ഘടനയും വിവിധ അവയവങ്ങളും അനുപാതത്തിൽ മാറ്റം കാണപ്പെടുന്നു. അത് കുറെ കൂടി നമുക്ക് സൂട്ടബിൾ ആയി തോന്നുന്നു. വ്യക്തിയുടെ ശാരീരിക ഘടനയും വിവിധ അവയവങ്ങളും അനുപാതത്തിൽ മാറ്റം കാണപ്പെടുന്നു. ദെൻ അഞ്ചാമത്തെ നോക്കുക, വ്യക്തിയുടെ പഴയ സവിശേഷതകൾ അപ്രത്യക്ഷമാകുന്നു. പഴയ സവിശേഷതകൾ മാറി പുതിയ സവിശേഷതകൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നോക്കുമ്പോൾ പഴയതിൽ നിന്നും കുറെ മാറ്റങ്ങൾ ആ വ്യക്തികളിൽ കാണുന്നു. ദെൻ ആറാമത്തെ നോക്കുക, വ്യക്തിയുടെ മനോഭാവത്തിൽ ദൃശ്യമായ മാറ്റം കാണുന്നു. കുട്ടികളെ പോലുള്ള മനോഭാവമായിരിക്കില്ല വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന മനോഭാവം. അപ്പോൾ ഈ മനോഭാവത്തിൽ മാറ്റം വരുന്നു. അപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്തരത്തിലുള്ള അനാലിസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് 1, 3, 5, 6 എന്നുള്ളതാണ്. ആ 1, 3, 5, 6 കുറെ കൂടി നമ്മൾ ഡെവലപ്മെന്റിനോട് സാധൂകരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ മറ്റുള്ളത് സാധൂകരിക്കുന്നില്ല എന്ന് നമുക്ക് അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും കൺഫ്യൂഷൻസ് ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ കൺഫ്യൂഷൻസ് ജനിപ്പിക്കുന്ന പിന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഓപ്ഷൻസും കൂടിയാണ്. എന്നിട്ട് വേണം നമ്മൾ ഇത് സെലക്ട് ചെയ്യാൻ. അല്ലാണ്ട് നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും, എല്ലാം തെറ്റാണെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഡെവലപ്മെന്റും സൈക്കോളജിയും ഡെവലപ്മെന്റും ഗ്രോത്തും കൂടി ചേർത്തുകൊണ്ട് പഠിക്കുമ്പോൾ കുറെ കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് 1, 3, 5, 6 ആണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഒന്ന് നോക്കൂ, വ്യക്തികളുടെ വ്യക്തിപരമായ ബന്ധത്തിൽ പ്രകടമായ മാറ്റം കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഡെപ്ത് ആയിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. വ്യക്തിപരമായ ബന്ധത്തിൽ ഒരു പക്ഷേ ഡെവലപ്മെന്റും ഗ്രോത്തും അതേപോലെ തന്നെ സോഷ്യലും അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പോൾ അത് ഡെവലപ്മെന്റ് മാത്രമായിക്കൊള്ളണമെന്നില്ല. വ്യക്തിയുടെ ചിന്താഗതി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയുടെ നെഗറ്റീവ് ചിന്താഗതി വരാം, പോസിറ്റീവ് ചിന്താഗതി വരാം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിവിടെ എടുത്ത് പറയുന്നില്ല. പുതിയ സവിശേഷതകൾ സ്വായത്തമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങളാണ് അതിന് കാരണക്കാരാവുന്നത്. വ്യക്തിയുടെ ഭാഷയിൽ ഒരു മാറ്റത്തിന് വിധേയമാകുന്നു, അതും അവരുടെ അവസരങ്ങളാണ്. അപ്പോൾ അത് അത്ര സൂട്ടബിൾ ആയിട്ട് ഇവിടേക്ക് വരുന്നില്ല. എന്നാലും ഡെവലപ്മെന്റിൽ നമുക്ക് പറയുമ്പോഴൊക്കെ എടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഒരു തിയറിറ്റിക്കലി പഠിക്കുമ്പോൾ ഡെവലപ്മെന്റിനെ അതിനോട് അനുയോജ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, 5, 6 ആണെന്നുള്ളതാണ്. 1, 3, 5, 6 ഇവിടുത്തെ ആപ്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആയിട്ട് എടുത്ത് പറയുന്നത്. പിന്നെ വേറെ നോക്കുക, ഓപ്ഷൻസ് നോക്കുക. 2, 2, 3, 4 എന്നാണ് പറയുന്നത്. 2, 2, 2 തവണ 2 വന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എടുത്ത് മാറ്റുക. പിന്നെ 5, 6, 7, 8. അപ്പോൾ ഞാനിവിടെ 5, 6, 7, 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 4 ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ മുകളിലത്തെ 4 അവസാനത്തെ 4 രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാണ്. അപ്പോൾ 2 ഓപ്ഷൻസും നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നോക്കുക 3, 4, 5, 6. 3, 4, 5, 6 ഇത് അടുപ്പിച്ചാണ് പറയുന്നത്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നൊക്കെ. പിന്നെ നമ്മളിവിടെ ഈ 1, 3, 5, 6 നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കുക. എന്നിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻസും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ തന്നെ അതിന്റെ അർത്ഥങ്ങളും ഒക്കെ കൂടി മാച്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് തീരെ ഒഴിവാക്കരുത്. നിങ്ങൾ ഓപ്ഷൻസും കൂടി എലിമിനേഷൻ സിസ്റ്റം എന്ന് അതിന് പറയാം, അല്ലെ? ഓപ്ഷൻസിൽ എടുത്ത് ഒഴിവാക്കുക, പിന്നെ രണ്ടാമത്തെ എങ്ങനെ ഒഴിവാക്കാം, നാലാമത്തെ എങ്ങനെ ഒഴിവാക്കാം, അങ്ങനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറെ കൂടി സൂട്ടാണെന്ന് തോന്നുന്ന ഓപ്ഷൻസും എടുത്തിട്ട് പിന്നെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ആ പഠിച്ചതിലേക്ക് മെർജ് ചെയ്തുകൊണ്ട് ചിന്തിക്കും കൂടി ചെയ്താൽ നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ബേസിലുള്ള കോംപ്ലിക്കേഷൻസ് ക്ലിയർ ആയി കിട്ടും. എല്ലാത്തിലും ഇത് അപ്ലിക്കബിൾ അല്ല കേട്ടോ. ഇവിടെ നമുക്ക് കുറെ കൂടി, എന്നാലും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്മെന്റിലും കുറെ കൂടി അപ്ലിക്കബിൾ ആണെന്നുള്ളത് ഉറപ്പാണ്. ഇനി നമുക്ക് വേറെ ഒന്ന് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഇൻ ടോൾമാൻസ് റിവിഷൻ ഓഫ് ഹിസ് സ്റ്റേറ്റ് സിസ്റ്റം റെപ്രസെന്റ്സ് മോട്ടിവേഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രോയിഡ്? ഈ ടോൾമാന്റെ റിവിഷനിൽ പിന്നെ ഫ്രോയിഡിനോട് അനുബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രോയിഡിന്റെ കാര്യം എടുത്ത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഒരു വേർഡാണ് കഥാക്സിസ് എന്ന് പറയുന്നത്. കഥാക്സിസ്. അപ്പോൾ ടോൾമാൻസും അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടോൾമാൻസ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കഥാക്സിസ് ആണ്. എങ്ങനെയാണ് ടോൾമാൻസ് ഇവിടെ എടുത്ത് പറയുന്നത്, എന്താണ് കഥാക്സിസ് എന്നുള്ളതുമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എഡ്വേർഡ് സി ടോൾമാൻസ് റിവിഷൻ ഓഫ് ഹിസ് ലേണിംഗ് തിയറി ഇൻ 1949 പറഞ്ഞിട്ടുള്ളത് എന്താണ്? അദ്ദേഹത്തിന്റെ ഫുൾ നെയിം നോട്ട് ചെയ്ത് വെക്കുക. എഡ്വേർഡ് സി ടോൾമാൻ ആണ്. അദ്ദേഹത്തിന്റെ തിയറി റിവിഷൻ ഓഫ് ഹിസ് ലേണിംഗ് തിയറി ഇൻ 1949 എന്നുള്ളതാണ്. അദ്ദേഹം 6 ടൈപ്പുകളായിട്ട് ഈ മോട്ടിവേഷണൽ തിയറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കഥാക്സിസ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഈക്വലൻസ് ബിലീഫ്സ് എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഫീൽഡ് എക്സ്പെക്ടൻസി എന്നുള്ളതാണ്. നാലാമത്തേത് ഫീൽഡ് കോഗ്നിഷൻ മോഡ് എന്നുള്ളതാണ്. അഞ്ചാമത്തേത് ഡ്രൈവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ വിക്കേറിയസ്
ട്രയൽ ആൻഡ് ഇറർ എന്നാണ്, വിക്കേറിയസ് ട്രയൽ ആൻഡ് ഇറർ എന്നുള്ളതാണ്. ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് കഥാസിസ് എന്നുള്ളതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്. എന്താണ് കഥാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലേൺഡ് ടെൻഡൻസി ടു അസോസിയേറ്റ് സ്പെസിഫിക് ഒബ്ജക്ട്സ് വിത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡ്രൈവ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥാസിസ് ഫ്രോയിഡും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കഥാസിസ് ഫ്രോയിഡ് എടുത്ത് പറയുന്നത്? ദ കണക്ഷൻ ഓഫ് മെന്റൽ എനർജി അല്ലെങ്കിൽ ലിബിഡോ, mental energy on one particular person or idea or object, especially to unhealthy degree. Catharsis is defined as the process of allocation of mental or emotional energy to a person or object or idea എന്നുള്ളത്. നമ്മൾ സിംഗിൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരാളോട് നമുക്ക് പ്രണയം തോന്നി, ആ പ്രണയം തോന്നുമ്പോൾ ആ വ്യക്തിയോട് നമ്മുടെ എല്ലാ മെന്റൽ എനർജീസും സ്പ്രെഡ് ചെയ്യും, അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് വരും അല്ലെ. അതല്ലെങ്കിൽ നമുക്കൊരു വാഹനത്തിനോട് പാഷൻ തോന്നി, നമ്മൾ പുറത്ത് കാണുന്ന എല്ലാ വാഹനങ്ങളും അതിനോട് സാമ്യമുള്ള വാഹനങ്ങളും മാത്രമായിട്ട് കാണും. അപ്പോൾ അതൊരു മെന്റൽ എനർജിയാണ്. അപ്പോൾ അത് നെഗറ്റീവായിട്ടും വരാം, പോസിറ്റീവായിട്ടും വരാം. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ്, സെക്സിനോടാണ് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം എടുത്തു പറയുന്നിട്ടുള്ളത്. അപ്പോൾ എന്നാൽ പോലും കഥാസിസിൽ മോറൽ ആയിട്ടുള്ളതും ഇമ്മോറൽ ആയിട്ടുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ കഥാസിസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്മണ്ട് ഫ്രോയിഡ് ആണെങ്കിൽ സെക്സിനോട് അനുബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമ്മള് ബേസിക് നീഡ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെക്സ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ എടുത്തു പറയുന്നത് ഹ്യൂമനിസ്റ്റ് തിയറിയിലൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ് എഡ്വേർഡ് സി ടോൾമാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതില് സിഗ്മണ്ട് ഫ്രോയിഡിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് കഥാസിസ് ആണ്. രണ്ടുപേരും ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇപ്പൊ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ ആ ഒരു എന്താ പറയാ ആ ഒരു നോട്ടിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോവുക, ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക. ഈ വേർഡുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഇവ എല്ലാം തന്നെ ആര് കൊണ്ടുവന്നിട്ടുള്ള ടോൾമാൻ ആണ്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡും ഈ കഥാസിസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുള്ളത്. അതും ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ ടോൾമാൻസ് റിവിഷൻ ഓഫ് ഹിസ് സിസ്റ്റം റെപ്രസെന്റ്സ് മോട്ടിവേഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രോയിഡ് എന്നുള്ളത് അതിൽ കഥാസിസ് എന്നത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഡ്രൈവ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഈ ടോൾമാന്റേതാണ്, ഈക്വലന്റ് ബിലീഫ് ടോൾമാന്റേതാണ്, ഫീൽഡ് കോഗ്നിഷൻ മോഡും ടോൾമാന്റേതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 6 ഇതിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡ് കഥാസിസിനെയാണ് ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. സോ നമ്മൾ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻ മാത്രമേ നമ്മളിവിടെ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്തത് 6 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഇങ്ങനെ എക്സ്പ്ലനേറ്റീവ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവുക, ക്വസ്റ്റ്യൻസും കൂടുതൽ പരിചയപ്പെടുക എന്നല്ലാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ച് പഠിച്ചിട്ട് പിന്നീട് ക്വസ്റ്റ്യൻസ് നോക്കി പോവുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാ കുട്ടികളുടെയും അഭിപ്രായത്തിന്റെ ഭാഗമായി കൊണ്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്ത് ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻസിലൂടെ കൂടി പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസ് മുഴുവനും നമുക്ക് എങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല നിങ്ങൾ BEdലും MEdലും ഒക്കെ നിങ്ങൾ ഈ തിയറി ആസ്പെക്ടുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക നിങ്ങൾക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. സ്റ്റേറ്റ്മെന്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ കുറച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള മാനറിൽ വരുന്നതായിരിക്കും. എങ്കിലും കമ്പാരിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരും. ഇപ്പൊ കണ്ടില്ലേ സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും ടോൾമാന്റെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത് അല്ലെ. അത്തരത്തിലുള്ള കമ്പാരിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും. നേരിട്ട് ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണെന്നുള്ളതാണ്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.